ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അനന്ത സുബ്രഹ്മണ്യത്തെയാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് പാളികൾ കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ്. റഹീസ് റഷീദും ടി വി പ്രസാദും ഹരിമോഹനും കൂടുതൽ അപ്ഡേറ്റുകളുമായി ചേരും. നമുക്ക് റഹീസ് റഷീദിലേക്ക് പോയാൽ, റഹീസ, ഈ ചോദ്യം ചെയ്യൽ നിർണായകം തന്നെയാണ്. അനന്ത സുബ്രഹ്മണ്യത്തെ, അതായത് ഈ പാളികൾ കൊണ്ടുപോയ ആളെ, ഡയറക്റ്റായി ഈ പാളികൾ കൈകാര്യം ചെയ്തയാളെ ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുകൂടി വിവരങ്ങൾ ശേഖരിച്ച ശേഷം, ചോദ്യം ചെയ്ത ശേഷമാണല്ലോ ഇപ്പോൾ അടുത്തയാളെ വിളിപ്പിച്ചിരിക്കുന്നത്. വിനിത, നാളെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മറ്റൊരു നിർണായക നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ കേസിൽ അനന്ത സുബ്രഹ്മണ്യൻ വരുന്നത് 2019 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ദ്വാരപാലക ശില്പത്തിന്റെ 12 പാളികൾ ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതായിരുന്നു മഹസറിലും രേഖകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെഴുതിയ സ്ഥലത്ത് പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യനാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഒപ്പം അവിടെ അന്ന് ഒപ്പിടുന്ന സമയത്ത് പോറ്റി സന്നിധാനത്ത് പോലുമില്ല. അവിടെ ഉണ്ടായിരുന്നത് അനന്ത സുബ്രഹ്മണ്യനാണ് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഏറ്റുവാങ്ങിയതെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 19-ാം തീയതി അനന്ത സുബ്രഹ്മണ്യവും 20-ാം തീയതി R രമേശ് എന്ന ബംഗളൂരു സ്വദേശിയുമാണ് ദ്വാരപാലക ശില്പങ്ങൾ ഏറ്റുവാങ്ങിയത്. അതിൽ അനന്ത സുബ്രഹ്മണ്യൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത്. ഇവിടെ നിന്ന് അനന്ത സുബ്രഹ്മണ്യൻ നേരെ ബംഗളൂരിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊണ്ടുപോയി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിനുശേഷം സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി ചെന്നൈ വരെ എത്തുന്ന 39 ദിവസത്തിനിടയിൽ എന്തൊക്കെയാണ് ദ്വാരപാലക ശില്പത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്? പുതിയൊരെണ്ണം നിർമ്മിക്കുകയായിരുന്നോ? അതല്ല അതിനകത്തുനിന്ന് സ്വർണം കുറച്ച് വേർതിരിച്ച് എടുത്തിട്ട് ബാക്കി സ്വർണവുമായിട്ടായിരുന്നു ചെന്നൈയിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ദ്വാരപാലക ശില്പത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അനന്തകൃഷ്ണനും ചേർന്ന് മറ്റൊരെണ്ണം നിർമ്മിക്കാനെടുത്ത കാലതാമസമാണോ 39 ദിവസം എന്ന സംശയം SITക്കുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പോറ്റി ചെയ്ത കുറ്റകൃത്യങ്ങളിലെല്ലാം അതേപോലെ തന്നെ ഒരു കൈയായത് അനന്ത സുബ്രഹ്മണ്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. പോറ്റിയുടെ കുറ്റകൃത്യത്തിൽ ഏറ്റവും അധികം സഹായിച്ച, സന്നിധാനത്ത് നിന്ന് പോറ്റിക്ക് വേണ്ടി ദ്വാരപാലക ശില്പങ്ങൾ ഏറ്റുവാങ്ങിയ, പോറ്റിക്ക് വേണ്ടി ദേവസ്വം മഹസറിൽ ഒപ്പിട്ട അനന്ത സുബ്രഹ്മണ്യൻ ഈ കേസിൽ നിർണായകമായ ഒരു കണ്ണിയാണ്. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിലും അത് വ്യക്തമാണ്. കാരണം ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിപട്ടികയിലുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. ഏറ്റവും അധികം പ്രതിപട്ടികയിൽ പേരുള്ള D സുധീഷ് കുമാറും മുരാരി ബാബുവും അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ട് അവരിലേക്കൊന്നും പോകാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോറ്റിയുടെ സുഹൃത്തുക്കളിലേക്കും കേന്ദ്രീകരിച്ചാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. അത് പോറ്റിക്കൊപ്പം തന്നെ നിർണായക റോൾ പോറ്റിയുടെ സുഹൃത്തുക്കളായ അനന്ത സുബ്രഹ്മണ്യനും ഒപ്പം R രമേശിനുമൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനകത്ത് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സന്നിധാനത്ത് നിന്ന് ഏറ്റുവാങ്ങിയ ദ്വാരപാലക ശില്പങ്ങൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു. ബംഗളൂരുവിൽ വെച്ച് ഇദ്ദേഹം, ഈ അനന്ത സുബ്രഹ്മണ്യം പോറ്റിക്കൊപ്പം ചേർന്ന് ഹൈദരാബാദിലേക്ക് പോയി നാഗേഷിന്റെ കയ്യിലേക്ക് ഇത് ഏൽപ്പിക്കുന്നു എന്നതാണ് SIT ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ കരുതുന്നത്. അത് അങ്ങനെ തന്നെയാണോ എന്നത് ഉറപ്പിക്കണം. പോറ്റി ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് അന്വേഷണ സംഘം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പോറ്റിയെയും അനന്ത സുബ്രഹ്മണ്യത്തിനെയും ഒരുമിച്ചിരുത്തി ഇഞ്ചക്കല്ല് ഓഫീസിൽ SIT ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. വിനിത, ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലും പരിശോധന നടത്തുന്നു എന്നുള്ള ഏറ്റവും നിർണായക അപ്ഡേറ്റ് ആണ് വരുന്നത്. ഹരിമോഹൻ, അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? പോറ്റിയുടെ സുഹൃത്ത് എന്നതിലുപരി അനന്ത സുബ്രഹ്മണ്യത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം നാഗേഷിന്റെ വീട്ടിലും പരിശോധന നടത്തി. ബംഗളൂരുവിലെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹരിമോഹൻ എവിടെയൊക്കെ ഈ പാളി പ്രദർശിപ്പിച്ചു, എവിടങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തു എന്നതിൽ മറ്റു ചില മൊഴികൾ കൂടി നിർണായകമായതുകൊണ്ടാണ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഒപ്പം
ഇവരുടെ വീടുകളിൽ പരിശോധന, അതായത് വീടുകളിൽ കൂടി ഈ പാളികൾ സൂക്ഷിച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണത്. ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെയും നാഗേഷിന്റെയും വീടുകളിൽ പരിശോധന എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പരിശോധന പൂർത്തിയായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അതിൽ ബംഗളൂരുവിലെ ഇരുവരുടെയും വീടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത്. അതിൽ അനന്തസുബ്രഹ്മണ്യത്തിന്റെ ബംഗളൂരുവിലെ, നാഗേഷിനും ഇരുവരുടെയും ബംഗളൂരുവിലെ വീടുകളിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടന്നിട്ടുള്ളത്. ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് എന്നുള്ളതിൽ ഇനിയൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതായത് അനന്തസുബ്രഹ്മണ്യവും നാഗേഷും ആ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. അതിൽ അനന്തസുബ്രഹ്മണ്യം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. പക്ഷേ നാഗേഷിനെ ഇതുവരെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ നാഗേഷ് എവിടെയാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിവരം അല്ലെങ്കിൽ കൃത്യമായ വിവരം നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ വീട്ടിൽ പരിശോധന നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലാണ് പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു പരിശോധന വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല കുടുംബാംഗങ്ങളും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു എന്നറിയുന്നു. ഈ കുടുംബാംഗങ്ങൾ സ്വാഭാവികമായിട്ടും പാളികൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്ന ഒരു വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ക്ഷേത്രത്തിന് പുറമെ സ്വകാര്യ പൂജകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂടി അവർക്ക് എന്തൊക്കെ വിവരങ്ങൾ അറിയാം എന്നത് പരിശോധിക്കുക കൂടിയായിരിക്കണം അല്ലെ മൊഴിയെടുപ്പിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രധാനം അനന്തസുബ്രഹ്മണ്യവും പോറ്റിയും നൽകുന്ന മൊഴികൾ അത് പരസ്പര വിരുദ്ധമാണോ എന്നറിയണം. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. ഏതായാലും രണ്ടാമതൊരാൾ കൂടി ഇപ്പോൾ ചോദ്യമുനയിലേക്ക് എത്തുകയാണ്. പോറ്റിക്കൊപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യത്തെയും ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുരുളഴിക്കുന്നതിൽ നിർണായകമാണ് അനന്തസുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യലെന്നത്. ഹരി, തീർച്ചയായിട്ടും വിനീത, അനന്തസുബ്രഹ്മണ്യത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നിലവിൽ തന്നെ ചോദ്യം ചെയ്യുന്നത് കസ്റ്റഡിയുടെ രൂപത്തിലാണോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്താണോ ചോദ്യം ചെയ്യുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 4-5 മണിക്കൂർ നേരമായി അനന്തസുബ്രഹ്മണ്യം ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനന്തസുബ്രഹ്മണ്യത്തിൽ പ്രത്യേകമായി രാവിലെ 10 മുതൽ ഒരു 3 മണിക്കൂറോളം പ്രത്യേകമായി ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിക്കൊണ്ട് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ ബംഗളൂരുവിൽ പണ്ട് മുതൽക്ക് തന്നെ അനന്തസുബ്രഹ്മണ്യം ഈ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതായത് ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ പോറ്റി ബംഗളൂരു കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പൂജാരിയൊക്കെയായി നിന്ന് കുറെ കാലം അവിടെ പ്രവർത്തിച്ച് പരിചയമുണ്ടാക്കിയാണ് അയാൾ ശബരിമലയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ അനന്തസുബ്രഹ്മണ്യവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. അതായത് വർഷങ്ങളോളമുള്ള പരിചയമാണ്. അത് 2010 മുൻപ് കാലത്തൊക്കെ തുടങ്ങുന്ന ഒരു പരിചയമാണ്. അപ്പോൾ ആ കാലം മുതൽക്കുണ്ടായിരുന്ന ഒരു പരിചയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്വർണ്ണക്കവർച്ച അടക്കമുള്ള തട്ടിപ്പിൽ ഈ അനന്തസുബ്രഹ്മണ്യം ഭാഗഭാക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ ഈ മറ്റു കൂട്ടാളികളിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടും അനന്തസുബ്രഹ്മണ്യത്തെ ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനന്തസുബ്രഹ്മണ്യത്തെ ഇനി കിട്ടണം എന്നില്ല. ഒരു നിരീക്ഷണത്തിലേക്ക് ഒരു പരിധി സ്വാഭാവികമായിട്ടും ഇതുപോലൊരു വലിയ നെക്സസ് ഉണ്ടാകുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം ആ കസ്റ്റഡി ഒരു അറസ്റ്റിന്റെ രൂപത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമാണ് കാര്യമായി